പ്രിയപ്പെട്ടവരെ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് ആയുധമായിരുന്നു സോളാർ കേസ്. ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലയളവിൽ ഉമ്മൻചാണ്ടി സാറിനെയും സഹമന്ത്രിമാർക്കും UDF നേതാക്കൾക്കും എതിരെ ഉയർന്ന സോളാർ കേസ് അന്വേഷിക്കുന്നതിന് ശ്രീ ഉമ്മൻചാണ്ടി സാർ തന്നെ സോളാർ കമ്മീഷൻ നിയമിക്കുകയും ചെയ്തു. സോളാർ കമ്മീഷൻ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ വിളിച്ച് മണിക്കൂറുകളോളം നിരന്തരമായി ചോദ്യം ചെയ്യുകയും ആ ചോദ്യം ചെയ്ത് ആ കേസ് അന്വേഷിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടർച്ചയായി സോളാർ കേസ് ചർച്ചാ വിഷയമാക്കിയിരുന്നു. ആ ചർച്ചാ വിഷയമാക്കിയപ്പോൾ സോളാർ കേസിലെ പരാതിക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ വിക്ടിമായിട്ടുള്ള ആ സ്ത്രീയെ കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി സാറിനെതിരെ പോലും വളരെ മോശപ്പെട്ട രീതിയിലുള്ള പദപ്രയോഗങ്ങൾ നടത്തിയതും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ കേസ് CBI അന്വേഷിച്ച് 2023 ക്ലീൻ ചീറ്റ് നൽകി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനോ UDF നേതാക്കന്മാർക്കോ ആ കേസിൽ യാതൊരുവിധ പങ്കും ഇല്ല എന്ന് CBI കണ്ടെത്തി ആ കേസിൽ ക്ലീൻ ചീറ്റ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സോളാർ കേസ് ഇടതുപക്ഷം മനഃപൂർവ്വം വിട്ടുകളഞ്ഞത്. സോളാർ കേസുമായി ബന്ധപ്പെട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് UDFന്റെ മുൻ MLAയും UDFന്റെ മുൻ മന്ത്രിയുമായിരുന്ന ശ്രീ KB ഗണേഷ് കുമാർ എത്തിയത്. സോളാർ കേസിലെ പ്രതിയായപ്പെട്ട ആ സ്ത്രീക്ക്, ആ വനിതയ്ക്ക് 10 ലക്ഷം രൂപ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു നേതാവ് ഓഫർ ചെയ്തിരുന്നു എന്ന് ആ സ്ത്രീ തന്നെ പറഞ്ഞിരുന്നു. സോളാർ കേസിലെ പ്രതിക്ക് ഇന്നത്തെ കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ഒരു ബന്ധമുണ്ടെന്ന് ആ സ്ത്രീ തന്നെ ഒരു വാർത്താ ചാനൽ ചർച്ചയിൽ സമ്മതിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സോളാർ കേസ് തേഞ്ഞു മാഞ്ഞു പോയി എന്ന് പറയുമ്പോൾ അന്ന് ഇരയാക്കപ്പെട്ടത് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെയാണ്. ലോക മലയാളികൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും മോശമാകുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം ആ കേസുമായി സഹകരിച്ചു. CBIയിൽ നിന്നും ക്ലീൻ ചീറ്റ് കിട്ടുന്നത് വരെ ആ കേസുമായി സഹകരിച്ചു. ആ ക്ലീൻ ചീറ്റ് കിട്ടി ഇന്ന് അദ്ദേഹം മരണപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ ഇന്ന് ആ കേസ് വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം ആ കേസിന് ഉറവിടമായ ഒരു സംഭവം പത്തനാപുരത്ത് MLAയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. MLAയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇടപെടലുകൾ എന്തൊക്കെയാണ് കേരളം ചർച്ച ചെയ്തതാണ്. അത് വീണ്ടും തല പൊക്കുന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനോട് കാണിച്ച അനാദരവും ഉമ്മൻചാണ്ടി സാറിനോട് കാണിച്ച അനീതിയുമാണ് ഇന്ന് വീണ്ടും ആ വിഷയം ചർച്ചയിലേക്ക് വീണ്ടും ചർച്ച ചെയ്യുവാൻ ഇടയാക്കുന്നത്. നിരപരാധിയായ ഒരാളെയും ഒരു കാലത്തും ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്ന് ആരും കരുതേണ്ട. ഉമ്മൻചാണ്ടി സാറിനെയും UDFനെയും വേട്ടയാടിയ സോളാർ കേസ് ഏറ്റവും കൂടുതൽ ബൂമറാങ് പോലെ തിരിച്ചടിച്ചത് ആ വിഷയം അന്ന് കൊണ്ടുവന്നത് ആരാണോ അദ്ദേഹത്തിനെതിരെയാണ്. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും കേരള കോൺഗ്രസ് ബിയുടെ നേതാക്കന്മാരും സോളാർ കേസ് വീണ്ടും ചർച്ചയാക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ആ കേസ് അനാവശ്യമായ ഒരു കേസായിരുന്നുവെന്നും ആ കേസിലൂടെ UDFനെ തകർക്കുക, ഉമ്മൻചാണ്ടി സാറിനെ തകർക്കുക, UDFന്റെ നേതാക്കന്മാരെ തകർക്കുക എന്ന ഗൂഢ ലക്ഷ്യമുണ്ടായിരുന്നുവെന്നും കേരളത്തിലെ UDFന്റെ ഭരണത്തിൽ നിന്നും LDFിലേക്ക് കേരളത്തിന്റെ ഭരണം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ നടത്തിയ ഡീല് എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. സോളാർ കേസ് ചർച്ച ചെയ്യപ്പെടേണ്ട എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യം സോളാർ കേസാണ്. ആ കേസ് എന്തിനു വന്നു, എങ്ങനെ വന്നു, ആര് കൊണ്ടുവന്നു, ആരാൽ കൊണ്ടുവന്നു, ആര് പറഞ്ഞിട്ടാണ് ആ കേസ് കൊണ്ടുവന്നത് എന്നും ആര് പറഞ്ഞാൽ ആ കേസിലെ പ്രതി കേൾക്കുമെന്നും നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കഴിഞ്ഞ ദിവസം പത്തനാപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുധീർ മലയിൽ ബഹുമാനപ്പെട്ട കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ആ ചർച്ചകൾ നടക്കപ്പെടേണ്ടുന്ന ചർച്ചകൾ തന്നെയാണ്. എങ്ങനെയാണോ ഒരാളെ കള്ളക്കേസിൽ ഗൂഢാലോചന നടത്തി അധികാരത്തിന് വേണ്ടി അധികാരം ദുർവിനിയോഗം നടത്തുന്നതിന് വേണ്ടി വീണ്ടും ഒരു പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾ എങ്ങനെയാണോ വേട്ടയാടിയത്, ആ വേട്ടയാടിയതിന്റെ ഒക്കെ പാപഭാരം നിങ്ങൾ ഏൽക്കേണ്ടി വരും. അത് ജനഹിതമായി നിങ്ങൾക്ക് തിരിച്ചടിക്കും. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കും. ആ വിജയിക്കുന്നതിന് തീർച്ചയായും ഇതൊരു ഫാക്ടറായി മാറും. ജനങ്ങൾ ഇത് തിരിച്ചറിയും. ഈ ജനവഞ്ചന, ഈ ജനങ്ങളുടെ വോട്ട് വാങ്ങോടൊപ്പം നിൽക്കേണ്ടുന്ന ഒരു വ്യക്തി അധികാരം കിട്ടുന്നതിന് വേണ്ടി നീതിമാനായ ഒരു മനുഷ്യന്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതിനും നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.